നിങ്ങൾക്ക് ഇതുപോലെ ജംഗ്ഷനുകൾ വരുമ്പോഴേ അതുപോലെ തന്നെ ജംഗ്ഷനുകളിൽ ആ വളവും ലെഫ്റ്റും റൈറ്റും എല്ലാം വളവാണ്. ആ സമയത്തെല്ലാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എല്ലാം വാഹനങ്ങൾ കാണും. ഇങ്ങനെയുള്ളിടത്തോടെ വണ്ടി ഓടിക്കാൻ പേടിയാണ്. ടേണിങ് വരുന്ന സമയത്ത് എത്ര സ്റ്റിയറിംഗ് തിരിക്കണം എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇന്നേ ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജില്ല പാലക്കാട് ജില്ല കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇതുപോലെ ലെഫ്റ്റും റൈറ്റും തിരിയുന്ന സമയത്ത് കൃത്യമായിട്ട് ലെഫ്റ്റ് കൂടെ റൈറ്റ് സൈഡ് വണ്ടി വരുന്ന സമയത്ത് പേടിയാണ്. കൃത്യമായ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൃത്യമായിട്ട് കൈ കിട്ടുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. ഓടിക്കത്തില്ലേ? ഓടിക്കോ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കൊന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടുണ്ടോ എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ്. എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട. കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ വരുമോ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.